ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിന. ആർക്കാത്മജാതിയാം മർക്കടവീരരും ആർക്കാൻവയോദ്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകാകിയായത്. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായത് സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രതികാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടൂ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നും പുറപ്പെടും ബാണതൂണീര ചാപാശ്വരഥാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുകെന്നോട് സാദരം. ആന്തരമെന്നിയെ ഹോമം കഴിക്കനീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിത് തന്നുട മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൻ ശങ്കാവിഹീനമകം തുക്ക് ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമമോദം ആശു കപികുലവീരരേ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രനാം അങ്കദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പുക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരനൊരുമിച്ചനാകുലം. വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ
സരമ നികര സംജ്ഞയാ സൂചിപ്പിച്ചത് ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാര ബന്ധന പാഷാണമായ വഹീനം പൊടിപൊടുത്തങ്കദൻ. തത്ര ഗുഹയിലകം ദുഃഖ നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവർക്കും അംഗദാനുജ്ഞയാ തെറ്റെന്ന് ചെന്നു ഗുഹയിലിറങ്ങിനാൻ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു കൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം. കുണ്ടലത്തിങ്കലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താടനം ചെയ്തതുകൊണ്ടു സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാൻ ഏറ്റവും. ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മനസേ രാവണനും ജയകാംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡലമെല്ലാം മുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനീവയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൻ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരർ എന്നെ തലമുടി ചുറ്റി പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരേ പരിഭവമോ കിൽജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ ബലീയസി മാനസേ ആ വിധി വൈഭവം എത്രയും അത്ഭുതം. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും. ബന്ധപ്പെടുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിൽ ഇവനുതൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഫലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താൻ അതു കണ്ടു തുംഗശരീരികളായ കവികളും. രാത്രീശ്വരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തുപോയിടിനാൻ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാൻ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ, ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത ശോകം കളഞ്ഞിടുന്നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രദാനാദി ബന്ധവും ദേഹിക്ക് സംസാരവും അതു കാരണം. ശോക ഭയ ക്രോധ ലോഭമോഹ ഗൃഹാരാഗ ഹർഷാദി ജരാമൃത്യു ജന്മങ്ങൾ. അജ്ഞാനജങ്ങളിൽ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ. ജ്ഞാനസ്വരൂപനാം ആത്മപരൻ അദ്വയൻ, ആനന്ദപൂർണ സ്വരൂപൻ അലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിനു മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനിശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പതില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോട് കൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്കനീ, ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രഹിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം.
രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തെങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമതനകാലേ പുരാഘോരമാം മന്ധരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മഞ്ഞിടം തോറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ട് പിളർന്നതും മൂന്നടി മണ്ണു ബലിയോട് യാചിച്ചു മൂന്നു ലോകവും മൂന്നടിയായളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രി സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വ്രത. നിർലജ്ജനാകയാൽ മൂഢ ജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമന്. സോദരനായി രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനിക്കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാൻ അതു നേരം. പുത്രമിത്രാമാറ്റ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമൂലം പുറപ്പെട്ടിത് രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങൾ ഇവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോവേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിനങ്ങെത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിത് സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവം അന്നേരം. എന്നോടു തന്നെ പൊരുതുന്നു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുദാനാവലിയോട് രഘുത്തമൻ അസ്ത്രം വർഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിത്. മേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കണം. കാളിയും കൂളിയും കബന്ധങ്ങളും കാളനീശീധിനിയും പിശാചുക്കളും നായും നരിയും കഴുകങ്ങൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമജാപത്തിൻ മണിതൻ നിദാനവും വ്യോമമാർഗേ തുടരെ കേട്ട് ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും
ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനര വീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞത് രാഘവൻ അന്നേരം. മർക്കട നായകന്മാരോട് അരുൾ ചെയ്തിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവൻ. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസ രാജ്യം മുഴുവൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ. താതാ സഹോദര നന്ദന വല്ലഭേ നാഥേ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നർത്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റം അതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർത്ഥപ്രഹരണ മാത്രേ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യുവരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരം ആപത്തുങ്കലുണ്ടാവൂ. സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേൽ നന്നായി വരും അവൻ. നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാണിതു തന്മരണത്തിനും. നല്ല സൂതന്മാരെയും നമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതം ദേവസ്വമായതം നിർമര്യാദ മടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യോനായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ എടുക്കയും. പാരം ഗുരുജനദോഷവും ഉണ്ടിവനാരെയും ഇല്ല കൃപയും ഒരിക്കലും. ഇമ്മഹാപാപി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർത്ഥനായി. ശത്രുക്കളെ കൊന്നടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തോടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നത് ചാബലമെന്നിയേ വാനരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റം നൂക്കോടടുത്തു നിശാചര വീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം. വാഹനമാകിയ വാരണ വീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും. കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ടു. കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനും മഥ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാൻ അതുകൊണ്ടവൻ തെറ്റൊന്നു കാലപുരം ബുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും. മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാൻ അവനെയും അന്നേരം. പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടുമടുത്ത കവികളെ താമമാത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ. രാമനും ഐന്ദ്രേശ്രമൈതു തടുത്തിത് താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമയച്ചാൻ അത് വന്നളവാതുരന്മാരായിതാശു കവികളും. വാരണസൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോരക സൈരിഫവായസ വാനരസിംഹ രുരു വൃഗകാഗൃദ്ധാദനമായി വരുമാസുരാസ്ത്രാത്മകം.
മൂൽഗരപട്ടസ ശക്തി പരശ്വത്ഥ ഖഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നത് കണ്ടളവാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നിയൻ ഇത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമാത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രം എയ്തൽപതേരായുധം കാണായിതന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗരാസ്ത്രമെയ്താൻ ദശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആഖണ്ഡലവൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവുത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയാനത് കൊണ്ടുടൻ കീറി മുറിഞ്ഞിത് നക്തഞ്ചരീന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാലോക്കോട് തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചത് ചാപവും. അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ. കൂതലെ ചാടി വീണാശു വേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചതും ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചത് വീണിതും 3 നുറുങ്ങി മഹീതലെ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയം കൊടുത്തോരു വേൽ കൈക്കൊണ്ടു ചാട്ടുവാൻ ഓങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൽപ്പൊക്ക് ബാണങ്ങളെയ്തിത്. നക്തഞ്ജനാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ. ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തതാ. രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്ക വേലിതം എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്ന് വിഷണ്ണനായി. ശക്തി പരിപ്പതിനാർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റും നിരന്നിനി രക്ഷിച്ചുകൊള്ളുവിൻ വിഷാദിക്കരുതേതും. ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ. കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്ന് മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ച് വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖമായത്. രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതല്ലിനി. രാത്രിഞ്ചരനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദീപങ്ങളും സപ്താംബുതികളും സപ്താജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനേ ദശകണ്ഠനെ കൊല്ലുവാൻ ഒരായുധവാണിയെന്നാകിൽ നിസംശയം. ദേവാസുരോരകചാരണ താപസരേവരും കണ്ടറിയേണം മമബലം. യുദ്ധം അരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങൾ എയ്ത് യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവരാവണന്മാർ തമ്മിലെങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നത് പോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദ്യമൊഴുത്തു രഘുകുലനായകൻ. താരേയതാതനോടേവം അരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും നമ. ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നിതില്ലേതുമേ. കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതു മരുത് മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊള്ളുവാൻ ഉപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ.
ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവേശൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കും ഏതും വികാരമില്ലാത്ത തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച നീലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചെന്നാൻ സുഷേണനും. മുന്നേ കണക്കേ വിശല്യ കിരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ. കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കവിവരർ മുന്നമിരുന്ന വണ്ണം തന്നെ ആക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതുരാമനും. നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയത് മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം. സത്യം തബോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്ന് പാലിച്ചുകൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നത് കേട്ടു രഘുത്തമൻ രക്ഷോവരനോട് എതിർത്താൻ അതിദ്രുതം. തേരും ഒരുമിച്ചു വന്നു ദശാസ്യനും പോരിന് രാഘവനോട് എതിർത്തിയിടിനാൻ. പാരുനി നിക്ഷ്വാകു വംശതിലകനും തേരിൽ നാശരവംശതിലകനും പോരതിഘോരമായി ചെയ്തോരു നേരത്ത് പാരമിളപ്പം രഘുത്തമനുണ്ടെന്ന് നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ മമ സ്രന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന് ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ ഇഴഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിട കൊണ്ടിത്. തേരിതിലാശു കരേറുക പോരിനായി മാറുക തുല്യവേഗേന നടത്തുവാൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമ്മാറു കരേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ട് വിണ്ണിലമ്മാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗന്ധർവമസ്ത്രമേതിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനം രൂക്ഷമായി എത്രയും. ക്രൂരനാഗങ്ങളാം അസ്ത്രത്തെ മാറ്റുവാൻ ഗാരൂഢമസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങൾ എയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിത്. വാജികൾക്കും ശരമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൾ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധവും കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിത്. കാലപുരത്തിനയപ്പേനിനിയെന്ന് ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തടപറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നെ തേരിൽ ഇരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തേജരനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാൻ അന്നേരം. ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്ധനായി ഞാനെത്ര ദുർബലനാകയോ. കൂടലരോട് എതിർത്താൽ ഞാൻ ഒരുത്തനോടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കിനി രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമന സ്നേഹമുണ്ടായിട്ടുമല്ല മൽസ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം മാമയം പൂണ്ട തളർന്നത് കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം നിട്ട് ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും. വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശ വിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലയോ നിപുണനായുള്ള സൂതൻ പ്രഭോ. എന്നതു കേട്ടു തെളിഞ്ഞത രാവണനൊന്ന് പുണർന്നൊരു കൈവളയും കൊടുത്തിത്തിരി നേരത്തടുത്താശു കൂട്ടിയിടുക.
പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ. ഇന്നോട് നാളെയോടൊന്ന് തിരിഞ്ഞിടും മന്നവനോടുള്ള പോരിനറിക നീ. സൂത്രനും തേരതിവേഗേന പൂട്ടിയിടിനാൻ. ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു പെരുന്നളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം എങ്ങനെയെന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ. ആകാശദേശാൽ പ്രഭാകര സന്നിധൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താലഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കു വന്നിടു ഞാനടോ. താപത്രയവും വിഷാദവും തീർന്നു പോമാവത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തി വർദ്ധനം. നിത്യമാദിത്യ ഹൃദയമം മന്ത്രമീതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരഗചാരണ കിന്നര താപസ ഗുഹ്യഗയക്ഷരക്ഷോപുത കിം പുരുഷാക്ഷരോ മാനുഷാജന്മാരും സാമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും. രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും. ശുക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും. വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും. അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും. നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരക സമൂഹവും. വാരമാസത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യൻ ശിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ. പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷകാരാന്തകൻ ത്വഷ്ടാ ദിനകരൻ. ഭാസ്കരൻ നിത്യനഹസ്കരനീശ്വരൻ സാക്ഷി സവിത സമസ്ത ലോകേഷണൻ. ഭാസ്വാൻ വിവസ്വാൻ നപസ്വാൻ ഗപസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണദൻ. ലോകശിശിരാരി ഘോരതിനീരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ. ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ. സപ്താശ്വനർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനവബോധപ്രദൻ മംഗലൻ. ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി.
വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനംശുമാനുഷ്ണ കിരണൻ നികീരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതനുദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാനനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ ധരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദന്യര്യമാം ദ്വാദശാത്മാ പരമാത്മാ പരാപരൻ ആദിദേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ഇന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യം ഇദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമഃ അന്ധകാരാന്തകരായ നമോ നമഃ ചിന്താമണി ചിദാനന്ദായ തേ നമഃ നീഹാരനാശകരായ നമോ നമഃ മോഹവിനാശകരായ നമോ നമഃ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാൻ കാന്തിരൂപായ തേ നമഃ സ്ഥാവരജംഗമാചാര്യായ തേ നമഃ ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ സത്യപ്രധാനായ തത്വായ തേ നമഃ സത്യസ്വരൂപായ നിത്യം നമോ നമഃ ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞകസ്റ്റോക്തി കേട്ടെത്രയും ഭക്തി വർത്തിച്ചു കാകുൽത്തനും കൂപ്പിനാൻ പിന്നെ വിമാനവും ഏറി മഹാമുനി ചെന്നു വീണാധരോപാന്തേ മരുവിനാ. രാവണവധം. രാഘവൻ മാതലിയോടരുളിച്ചെയ്തിതാകുലമെന്നിയെ തേർന്നടത്തിയിടുനി മാതലി തേരതിവേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ലത ശാസ്യനും മൂടി പൊടി കൊണ്ടുദിക്കും ഉടനിട കൂടി ചരങ്ങളും എന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുധാനാധിപൻ വാജികൾ തമ്മിയും മാതലി തന്നെയും ഏറെ എയ്തിനാൻ ശൂലം മുസലഗദാദികളും മേൽക്കുമേലേ പൊഴിച്ചിതു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും ഏറ്റമണഞ്ഞുമകന്നും വലം വച്ചുമേറ്റും ഇടം വച്ചുമൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ലീ വണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തേടിനാർ നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു ഭാരമായി പാതോനിധിയും ഇളകിമറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിടിനാർ അമ്പുതി അമ്പുതിയോടൊന്നെതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധം ഒഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്ത് രാഘവൻ രാത്രിഞ്ചരന്റെ തലയറുത്തുന്നുടൻ ധാത്രിയിലിട്ടാൻ അത് നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും
ഉണ്ടായതിപ്പോൾ അതും പിന്നെ രാഘവൻ കണ്ണിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയും ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തല 10നും രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം വിചിത്രമത്രേ തുലോം കുംഭകർണൻ മകരാക്ഷൻ കരൻ ബാലിബമ്പനാം നാരീകൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിതെന്തതിനിഷ്ഠൂരമാമിവനെ കൊല്ലുവാൻ മടിയുണ്ടായി ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുമെന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും അദശകന്ധനൻ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസനും നിർണയം 7 ദിവസം മുഴുവനും ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതുന്നോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിടിനാനേതും വിഷാദമുണ്ടായിക മാനസേ മുന്നം അഗസ്ത്യ തപോധനാദരാൽ തന്നെ ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാമഹാശ്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നിടുവേൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യ ജപിച്ചയച്ചിടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്ക് ചോര കഴുകി മുഴുകി വിരവോടു മാരുത വേഗേന രാഘവൻ തന്നുട തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടെ ജാതമോദം പോയി സുരാലയം നേവിനാൻ ചെന്നു നിജ മന്ദിരം പുക്കിത് ജന്യാവലോകനം ചെയ്തു നിന്നോർകളും വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മായാം ദത്തമായൊരു ലങ്കാരാജ്യം ഉൾപ്പുക്കു ചിത്തമോദാലഭിഷേകം കഴിക്കനി എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തിത് ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയുമുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴ്ചെന്ന കിരീടാജലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായോരു വിഭീഷണനായിക്കൊണ്ട് രാജനിവാസികൾ കാഴ്ചയും വെച്ചിത് വാച കുതൂഹലം പൂണ്ട് വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസയാ രാഘവൻ തൃക്കാക്കൽ വെച്ച അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനകം എന്നു ചിൽ പുരുഷൻ പ്രസാദിച്ചരുളേടിനാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ
ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. സീതാസ്വീകാരം. പിന്നെ ഹനുമാന നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ദുഃഖറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാശിവ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവന തനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചര സൽക്കരിച്ചിടിനാൻ നന്ദിതനായൊരു മാരുതപുത്രനും. രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായത് സീതയ്ക്കെന്നെന്തു ചൊല്ലാവത് ജാനകീദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൻ. എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടു കൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ. നേരത്തതിന് യോഗം വരുത്തിയിടു നീ ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷണം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ. വിരയേ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണാഴ്ക കൊണ്ടുമാൻ. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാരുടെ വാദ്യാലങ്കാരം അണിയിച്ച് ശില്പമായൊരു ശിബിക മേലാരോപ്യമായി പുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരം ഉണ്ടായി ചമഞ്ഞിതു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? ഞാനുര ചെയ്തിതു നിന്നോടിതെന്തടോ? ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതത് പറഞ്ഞിരു നീ. മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും. പാദാചരണേ വരേണമെന്നന്തികേ മേദിനി നന്ദിനിക്കും തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോട് മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ. വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ടു രഘുത്തമ സൗമുഖ്യഭാവം ആലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ച്
രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമിസുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാമു സ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ. സകലത്തിനും ആകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വച്ചു അഗ്നിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിനാ ദുശ്ശവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാകരാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ദന്തശുകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ താമ്പുരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞത് രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കൽ അന്നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും. രാമചന്ദ്രൻ പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്ത ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയായതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യൻ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടമായ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോർ, നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാരവനിന്ന് നിന്നാൽ ഇനി പുഷ്ട സൗഖ്യം വസിക്കാം ത്വൽക്കരുണയാം. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരി ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം അശേഷസ്തുതി കാരണം ആധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രമവ്യയമീശ്വരം. സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞം അത്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാ പരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം. മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാസ്തുതി കേട്ടു രാഘവൻ ചിത്തം ആനന്ദിച്ചിരുന്നരുളും നേരം. ആശ്രയാശൻ ജഗദാശ്രയഭൂതയാമാശ്രിത വത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ. ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകി ദേവിയെ സ്വാഗേ സമാവേശ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്രസ്തുതി. സംക്രന്ദനൻ തദാ രാമനെ
നിർജ്ജരസംഖ്യേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിത്. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ, കാരുണ്യ പീയൂഷവാരിതേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. നിൻ ചരിതാമൃതം ചൊല്ലുവാൻ എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ, ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതേ, എപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിരുരാഘവൻ. മൃത്യു ഭവിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകണമെന്നു കേട്ടിന്ദ്രനും. എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്ന കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാനവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ. ചെന്നു വണങ്ങുവെന്നൻപോടു കേട്ട മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാ തനയനും ആദരവോടു വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചു ഗാഠനായൊരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർനാമഗ്നായി ചിന്മയനോട് പറഞ്ഞു. ദശരഥൻ എൻ മകനായി പിറന്ന ഭവാന ഞാൻ. നിർമ്മലമൂർത്തെ ധരിച്ചിരുന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിത്. നിൻമഹാമായ മോഹിപ്പിയായി എന്നെയും കൽമഷനാശന കാരുണ്യവാരിതേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചരുച്ചയാ സത്യലോകം ചെന്ന് പോക്കു വിരിഞ്ചനും. കാത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യ വിഷാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയത് നാരദനാദി മഹാമുനി വൃന്ദവും. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിനാൻ. അയോധ്യയിലേക്ക് യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിത് പിന്നെ വിഭീഷണനായ ഭക്തൻ മുത. ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗള സ്നാനവുമാചരിച്ചിടണം. മേളമായി ഇന്ന് വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാവാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാദ്യം കൊണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു ഞാനവൻ തന്നോടു കൂടെയൊഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടു കൂടിയാവത് എന്നും 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാൽ അവൻ വാഗ്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുടർന്നിത് ഞാനിക വന്നു. സമയവുമേറ്റും അടുത്തങ്ങ് ചെന്നുകൊള്ളുവാൻ
പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായ്കയുമല്ലമേ. സൽക്കരിച്ചിടു നീ സത്വരം എന്നുട മർക്കട വീരരെ ഒക്കവേ സാദരം. പ്രീതിയവർക്കു വന്നാൽ എനിക്കും വരും, പ്രീതി അതിനില്ലൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്ന് രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രം അയോധ്യക്കെഴുന്നള്ളുവാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രി ജനാധിപൻ യുദ്ധം ഉണർത്തിച്ച വാർത്ത കേട്ടാസ്ത്രയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകന്നാൻ അഥ പൗലസ്യയാനവും വന്നിച്ചിത്. ജാനകിയോടും അനുജനോടും ചെന്ന് മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവീവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം ചെയ്തു പൂണ്ടരുൾ ചെയ്തിനാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാം. മർക്കട രാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽത്തനിത്തം അരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാൻ. ഞങ്ങളും കൂടെ വിടകൊണ്ട അയോധ്യയിലെങ്ങ് കൗസല്യാദികളെയും വന്നിച്ച് മംഗലമമ്മാർ അഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ളിവിടെ വാണിടുവാൻ. ഉണ്ടാക വേണം തിരുമനസിങ്കലെ കുണ്ഠത ഞങ്ങൾക്ക് തീരൂ ജഗൽപ്രഭോ. അങ്ങനെ തന്നെ നമുക്ക് അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശാനുജയാ പുഷ്പകം ഹംസ സമാനം സമുൽപ്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചിതംബരാന്തേ തഥാ മിത്രബിംബം കണക്കേ ധനദാസനം. ഉത്സംഗസിംനി വിന്യസ സീതാം ഭക്തവത്സലൻ നാലുദിക്കും പുനരാലോക്യ വത്സേ. ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനെ. പശ്യത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺമതിലിങ്ങ് ശോണിതം കർമ്മതമാംസാസ്തി പൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതൻ അസ്ത്രമേറ്റുത്തമേ നിന്നുട കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ട് അത്രേ മരിച്ചിതു വല്ലവേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നെ അസ്ത്രങ്ങളേറ്റുമേ. വീണു മരിച്ചിത് പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിരിനാൻ. സേതു ബന്ധിച്ചതും കാണടോ സാഗരെ ഹേതു ബന്ധിച്ചതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാപകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതിന്നിത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരീമിമാം. പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനര വീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ തിരിഞ്ഞിരുന്നിടുന്നു. ഭർത്തൃവിയോഗജ ദുഃഖം ഇന്നെന്നോളം ഇത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം.
രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ഭൂതം അപ്പോൾ അറിഞ്ഞ് വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ, നിങ്ങൾ നിജ നിജമാനിമാരെ വരുത്തുവിനെ വരും. മർക്കടവീരർ അത് കേട്ട് മോദേന കിഷ്കിന്ധ പൊക്കു നിജാങ്കനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാൻ. സാധാ മൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീ ദേവിയും താരാരുമാദികളോട് മോദാൻവിധം ആലോകനാരാപ മന്ദഹാസാദികാഠാലിംഗന ഭൂചലനാദികൾ കൊണ്ടും സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുൾ ചെയ്തിതു പരമാനന്ദ സംയുഗം. പശ്യ മനോഹരേ ദേവി വീത്രമാമൃശമുഖാജലമുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഖാങ്കി പഞ്ചവടി നാമിരുന്നേടം. വന്ദിച്ചു കൊൾഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേണമത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധീകരം യമുനാതടശോഭിതം. ഗംഗാ നദി അതിങ്ങേതതിങ്ങന്ന് ശൃംഗിപേരൻ ഗുഹൻ വാഴുന്ന നാടടോ. പിന്നെ സരയൂ നദി തന്നിൽ അങ്ങേതു ധന്യം അയോധ്യാനഗരം മനോഹരേ. ഇത്തം അരുൾ ചെയ്ത നേരത്ത് രാഘവൻ ചിത്തമറിഞ്ഞാശു താണ് വിമാനവും. വന്ദിച്ചിത് ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാവണൻ ചോദിച്ചതപ്പോൾ അയോധ്യയിലാമയമേതുന്നില്ലേ മുനെ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ, സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തന്നേരം താപം ഒരുവർക്കുമില്ല അയോധ്യാപുരെ. നിത്യം ഭരത ശത്രുഘ്നന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭക്യാ ജഡാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നത് ചിൽപുരുഷ പ്രഭോ. വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുതാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ ധനന്തൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം കീഴടുത്ത നാൾ. കർണാമൃതമാ മുനിവാക്ക് കേട്ടുപോയി പർണശാലാമകം പുക്കിതു രാഘവൻ. പൂജിതനായി പ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമൽ ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാനനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷം അറിഞ്ഞു നീ. വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വച്ച് പൂജിച്ച നാരദം ചേതസ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജഡാവൽക്കലം പൂണ്ടു. മൂലഫലവും പൂജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ട് മാരുതിയും
ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമമ്മാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാൻ ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവക ബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രവായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. യുദ്ധമാകർഞ്ഞ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഠമായ ആലിംഗനം ചെയ്തു. വാനരവീര ശിരസിമുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിത്. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ച് ഇത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞു ഭവാനു ഞാൻ ലോകം മഹാനേരുസാഗം തരികിലും തുല്യമായി വന്നുകൂടാ. പുനരെങ്കിലും ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യതം. മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഘമുണ്ടായതെന്നെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടുവാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങൾ ചിത്രകൂടാചലത്തിങ്കൽ നിന്നാതി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളൊരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോൻ ദുഃഖവിനാശം തപോനിധേ. അയോധ്യാപ്രവേശി. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ. അനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളുന്ന നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം. സൂത വൈതാളിക വന്ദി സ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളും ഒരുക്കണമേ വരും. രാജധാരങ്ങൾ അമാത്യ ജനങ്ങളും വാജിഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരേണമെല്ലാവരും. ചേർത്ത കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാലാപാല വൃത്താവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമമാറം കലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്ന് പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമവണ്ണം 10,000 ഉണ്ട്. 100,000 തുരകങ്ങളും ഉണ്ട്. 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുകാമൂർധനി വച്ചു ഭരതനും പാദാചരണി നടന്നു തുടങ്ങിനാൻ. ആദരവുൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാൻ. അതുനേരം പൂർണ്ണ ചന്ദ്രാഭമാ പുഷ്പകമന്നേരം കാണാച്ചമഞ്ഞിത് ദൂരെ മനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാൻ അതുനേരം. ബ്രാഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തൈരേൻ തന്നേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ജനാധിപൻ മുഖ്യമായുള്ള സൈന്യ സമന്വിതം കണ്ടുകൊള്ളിൻ.
പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസീന്നി ചേർത്തിയിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകത്തഴുകിനാൻ. ഹർഷാശ്രുധാരയോ സോദരമൂർധന് വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാനാശു സൗമിത്രിയെ. ശത്രുഘ്നനും വണങ്ങിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻപദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അംഗദൻ ജാമ്പവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനിതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ നദബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കവിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു മാരുതി വാച ഭരതകുമാരനും. പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചിതാതിമോദം കലർന്നു വധിച്ചാരവർകളും. ശോകാതുരയായ കൗസല്യ തൻപദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലം ചുരന്നിത് മാതാവിനന്നേരം. കൈകേകിയായ മാതൃപദത്തെയും കാകുൽത്തനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ. ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതിയിടിനാൻ. അഗ്രേ വിനീതയായി നിന്നിതു താരയും. ഭക്തിപരവശനായ ഭരതനും ചിത്തമടിഞ്ഞു തൽപാദദ്വന്ദ്വവും ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്ങൾ സമർപ്പിച്ചിതാതരാൽ ഇന്നും ജന്മം സഫലമായി വന്നിത്. ധന്യനായേൻ അടിയനിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതും മൽക്കർമ്മ സാഫല്യവും വിഭോ. പണ്ടേതിൽ ഇന്ന് 10 മടങ്ങുണ്ടായതുണ്ടിഹരാജ ഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും രാജ്യമല്ലൊട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക. ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധേ. രാജ്യാഭിഷേകം. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനും അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നിരു ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമിച്ചു രഘുകുലനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജയാ ഭദ്രാസനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉത്ഭവ സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചത് ലക്ഷ്മീപതിയായ രാമനോടന്നേരം.
ബ്രഹ്മസ്വരൂപനാമാത്മാരാമീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗം അന്തർഗതൻ തന്മയം സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നവൻ. ഇങ്ങനെയുള്ളവർ ചൊന്നത് കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസം പുരസ്സരം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ, എങ്കിലതിനൊരു കീടുകെല്ലാം എന്ന് പങ്കജലോകാനുജ്ഞയാ സംഭ്രമാൻ അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നനും തഥാ ശ്മശ്രുനി കൃന്ദകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേ വരും സംഭവിച്ചിടിനാൻ ആനന്ദ തേജസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാപരശോധനയും ചെയ്ത് സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേവാദ്യാലങ്കാരങ്ങൾ ആണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുരമാരൂഢമോദാൻ അലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാനതിമുത. വാരനാരീജനത്തിനും കൗസല്യദാനാദരാലങ്കാരങ്ങൾ നൽകിയിടിനാൻ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗം മഹാസ്യന്തനമേറിനാൻ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം രാമമഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചർവായുധഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം ചാനിപ്പവർ കപീഷ്ടാസ്പദം കണ്ടുകണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭരാ പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായ ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോട് കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൊഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണ മാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്ക് നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്രം അനഖം അനുപമം ആദിത്യപുത്രനു നൽകിനാൻ ആദരാൽ. ആതിഥേയാധിപ പുത്ര തനയനും അംഗദദ്വന്ദ്വം കൊടുത്തോനന്തരം മംഗലമാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനിങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും ഹാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. മാരുതനന്ദന വീണ്ടും വരത്ത നീ വീര വരിച്ചു കേതും മടിയാതെ എന്നത് കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമവും ചാരു ചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരദം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാവിഭോ. മറ്റു വരം മമ വേണ്ടാതെയാമിതേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നത് കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ
ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൻ. ആനന്ദ ബാഷ്പരിതാപനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജയാപാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ച് ചെന്നു ഹിമാചലം പൊക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ. ഗച്ഛ സഖേപുരം ശൃംഗിവേരം ഭവാൻ, മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്ക നീ. ഭോഗങ്ങളെല്ലാം പുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുകന്നോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനു യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാനാശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മാല്യകളപ കരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാദരാൽ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധ ബുക്കെന്നരുളി ചെയ്തിടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ട് കിഷ്കിന്ധ ബുക്ക് സുഖിച്ചു മരുവിനാൻ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചു. നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹ രാജ്യത്തിനു പോകുന്ന പുൽകി കനിവോട് യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറ് നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനവും കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടു പോയാരവർകളും. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരതു മൂലം മമ ശത്രുക്കളെ ജയിച്ചേരൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴ്ക നീ നാശം അരികളാലുണ്ടാകയില്ലതേ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണു ലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിയിടുകെന്ന് നിയോഗിച്ച് മുക്ത ഫലമണി സ്വർണാഭരണങ്ങളും ആവോളവും കൊടുത്താശു പോയാനവൻ. ആ വിർമുത പുണർനീടിനാൻ പിന്നെയും. ചിത്തേ വിയോഗ ദുഃഖം കൊണ്ട് കണ്ണുനീരറ്റമിറ്റിറ്റു വീണു വണങ്ങിയും ഗദ്ഗതവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ. ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിയിടിനാൻ. ശ്രീരാമന്റെ രാജ്യഭാരഫലം. ജാനകി ദേവിയോടും കൂടെ രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജ പോകാൻ വിധം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ച് നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലിനി, വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യ പരിപൂർണയല്ലോ ധരിത്രിയും, ദസ്യോഭയവും ഒരുത്തർക്കുമില്ലല്ലോ. ബാലമരണം അകപ്പെടുമാറില്ല, കാലേ വർഷിക്കുമല്ലോ ഖനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവരും ഉണ്ടനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരദാരങ്ങൾ, ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹം എല്ലാവനും ഉണ്ട്, നിന്ദയും ഇല്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നിവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖം എന്തോന്നതിൽ പരം. വൈകുണ്ഠ ലോകഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങൾ അകന്നു മേവിടിനാ.
രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതം എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യന ജന്മന മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യ വൃത്തിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ട സാധകം. ഭക്ത്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വംശായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതൻ ഇത് കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മോധമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോം നിർണയം. ദേവ പിതൃഗണതാവസ മുഖ്യന്മാരേവരും ഏറ്റം പ്രസാദിക്കും അക്ഷരം. കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരനാദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാദരാൽ. നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരു ഭക്തി പൂണ്ട് അധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം.